Chapter 4 Motion in a Plane Part 2 Parallelogram Law of Vector Addition. If two vectors can be represented in magnitude and direction by the adjacent sides of a parallelogram, രണ്ട് വെക്ടേഴ്സിനെ അതേ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും ഒരു പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സ് പറഞ്ഞാൽ അടുത്തടുത്ത രണ്ട് സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ then diagonal represents resultant. അതിന്റെ ഡയഗണൽ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് അല്ലെങ്കിൽ അതിന്റെ നെറ്റ് എഫക്റ്റ്. നമുക്ക് ഒരു ഫിഗറിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് ഇവിടെ ഉണ്ട്, വെക്ടർ എയും അതുപോലെ തന്നെ വെക്ടർ ബിയും. ഈ വെക്ടർ എനെയും വെക്ടർ ബിനെയും നമ്മൾ ഈ പാരലലോഗ്രാമിന്റെ ഈ ഷേപ്പിനെയാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയുന്നത്. പാരലലോഗ്രാമിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഡയഗണൽ ഓഫ് ദി പാരലലോഗ്രാം ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഡയഗണൽ റെപ്രസെന്റ്സ് റിസൾട്ടന്റ്. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിനെ നമ്മളൊരു പാരലലോഗ്രാം ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇതാ ഈ എ അതുപോലെ തന്നെ ഇപ്പുറത്ത് വരച്ചു, അതുപോലെ തന്നെ ബി ഇവിടുന്ന് നേരെ എടുത്തിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇത് റിസൾട്ടന്റ് വരുന്നത് ആറാണ്. അപ്പൊ ഇത് ഇപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിലോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത തേർഡ് സൈഡ് ആയിട്ട് റിസൾട്ടന്റ് വരും. ഇവിടെ ആകുമ്പോൾ അത് ഏത് ലോ ആയിട്ട് മാറി? പാരലലോഗ്രാം ലോ ആയിട്ട് മാറി. ഇനി ഇതിന്റെ ആറിനുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. നേരത്തെ ഫിഗർ തന്നെ, ആ ഫിഗറിലെ ലാസ്റ്റില് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഈ ബി എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഈ ബിനെ നമ്മൾ രണ്ട് റെക്ടാംഗുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്ന് ബി കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, അതുപോലെ തന്നെ ബി സൈൻ തീറ്റ വെർട്ടിക്കൽ കമ്പോണന്റ്. ഈ വലിയ ഒരു ട്രയാങ്കിള്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിള് നമ്മൾ എടുക്കുന്നു. ഈ ട്രയാങ്കിളിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എ പ്ലസ് ബി കോസ് തീറ്റയാണ്. അപ്പൊ അതിന്റെ സ്ക്വയർ ഇവിടെ നമ്മൾ എഴുതി, പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ബി സൈൻ തീറ്റയുടെ സ്ക്വയർ നമ്മൾ എഴുതി. ഇനി എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആ മുകളിലത്തെ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അതുപോലെ എടുത്ത് എഴുതി. ഇപ്പൊ ഈ ലാസ്റ്റിലെ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ബി സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമുക്ക് ബ്രാക്കറ്റിൽ വരുന്നത് എന്താണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? എ സ്ക്വയർ പ്ലസ് നമ്മൾ ഈ ബി സ്ക്വയറിനെ ആദ്യം എഴുതിയെന്ന് മാത്രം, എന്നിട്ട് പിന്നെ എന്താ എഴുതി? 2ab എഴുതി. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയതുകൊണ്ട്. അപ്പൊ ആർ സ്ക്വയറിന്റെ വാല്യൂ കിട്ടി. ഇനി ആറിന്റെ വാല്യൂ കിട്ടാൻ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ നമ്മളെ ഫൈനൽ ആൻസർ കിട്ടി. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പൊ റിസൾട്ടന്റ് കാണാനുള്ള ഒരു ഫോർമുലയാണിത്. എ സ്ക്വയർ പ്ലസ് ബി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇനി എന്താണ് പ്രൊജക്ടൈൽ നോക്കാം. Any particle projected to air with a velocity and moves under the influence of gravity alone is called a projectile. ഒരു പാർട്ടിക്കിളിനെ, ഒരു ബോഡീനെ, ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എയറിൽ പ്രൊജക്ട് ചെയ്യുന്നു വിത്ത് എ വെലോസിറ്റി. എന്നാൽ അത് എന്തിന്റെ ഇൻഫ്ലുവൻസിൽ മാത്രം മൂവ് ചെയ്യുന്നു? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രം മൂവ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ. ഇനി ഫിഗർ നോക്കാം. ഫിഗറിൽ നമുക്കറിയാം ഒരു പ്രൊജക്ടൈലിന്റെ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ബോഡി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഇതാ ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്യാണ് വിത്ത് എ വെലോസിറ്റി യു. ഇതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ, അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ. ഇതിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഈ ത്രൂ ഔട്ട് ദ മോഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ എത്തുന്നത് വരെ അതിന്റെ വെലോസിറ്റി സെയിം ആയിരിക്കും. അപ്പൊ യു കോസ് തീറ്റയ്ക്ക് യാതൊരു മാറ്റവും വരില്ല, ഒരേ വെലോസിറ്റി ആയിരിക്കും, ഒരേ വാല്യൂ ആയിരിക്കും. എന്നാൽ യു സൈൻ തീറ്റ ഇങ്ങനെ മുകളിലേക്ക് ഓരോ പോയിന്റിൽ പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റിയിലെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഈ മുകളിൽ എത്തുന്ന സമയത്ത് ഈ വെർട്ടിക്കൽ വെലോസിറ്റി, അതാണ് യു സൈൻ തീറ്റ എന്ന് പറയുന്നത്, അതിന്റെ വാല്യൂ 0 ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കൂടി കൂടി വരുന്നുണ്ട്. ഇതിന്റെ ഈ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രജക്ടറി. അതുപോലെ തന്നെ ഷേപ്പ് പാരബോള. ഇതാണ് പാത്ത്, പോകുന്ന പാത്ത് ഇതാണ്, വഴി ഇതാണ്. ഈ പാത്തിനെ വിളിക്കുന്ന പേരാണ് ട്രജക്ടറി ഓഫ് ദി പ്രൊജക്ടൈൽ. അതുപോലെ തന്നെ ഈ പാത്തിന്റെ ഷേപ്പാണ് ഇത് വരുന്നത്, പാരാബോള വരുന്നത്. നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ. യു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ കമ്പോണന്റ്, വെലോസിറ്റിയുടെ ഈ കമ്പോണന്റ്
റിമൈൻസ് അൺചേഞ്ച്ഡ്, ഒരു മാറ്റവും വരുന്നില്ല ത്രൂ ഔട്ട് ദ മോഷൻ. എന്നാൽ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. യു സൈൻ തീറ്റയിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും, അത് മുകളിൽ നിന്ന് പോയി താഴത്തേക്ക് എത്തുന്നത് വരെ. നമ്മൾ ആ ഫിഗർ ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ രണ്ട് കമ്പോണന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് നോക്കുക, ഓരോ പോയിന്റിലും ഒരേ വലിപ്പമാണ് വരുന്നത്. അതായത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓരോ പോയിന്റിലും ഒരു മാറ്റവും വരുന്നില്ല. എന്നാൽ വെർട്ടിക്കൽ കമ്പോണന്റ് നിങ്ങൾ നോക്കിക്കോളൂ, മുകളിലേക്ക് വരുന്നതോറും വെർട്ടിക്കൽ കമ്പോണന്റ് കുറഞ്ഞു വരുന്നുണ്ട്. ഏറ്റവും മുകളിലെത്തുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല, ഇവിടെ 0 ആണ് വരുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ്. ഇനി ഇങ്ങനെ ഇവിടേക്ക് വരുമ്പോഴും അതെ, വെർട്ടിക്കൽ കമ്പോണന്റ് ഡയറക്ഷൻ മാറിയെന്നുള്ളൂ, എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ വാല്യൂ കൂടിയിട്ടാണ് വരുന്നത്. വീണ്ടും നമ്മൾ ആ ഫിഗറിനെ ഒന്നും കൂടി പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ, ഇതിന് യാതൊരു മാറ്റവും വരുന്നില്ല. ഇത് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് യു സൈൻ തീറ്റ. ഇവിടെ ഈ ഏറ്റവും മുകളിൽ വെർട്ടിക്കൽ കമ്പോണന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. ഈ മുകളിൽ നിന്ന് നേരെ താഴത്തേക്കുള്ള ദൂരത്തെയാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. നമ്മൾ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ പ്രൊജക്ടൈലിനുള്ള ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ആ ഫിഗർ വീണ്ടും നമ്മൾ വരയ്ക്കുന്നുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല v² = u² + 2as ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വെർട്ടിക്കൽ മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ വെർട്ടിക്കൽ മോഷനിൽ ഫൈനൽ വെലോസിറ്റി, ഏറ്റവും മുകളിലത്തെ വെലോസിറ്റി നമുക്കറിയാം 0 ആണ്. അപ്പൊ വിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, 0 കൊടുത്തു. യുവിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ യു സൈൻ തീറ്റ. വെർട്ടിക്കൽ മോഷനിൽ വെർട്ടിക്കൽ വെലോസിറ്റി സ്റ്റാർട്ടിങ് ഇനീഷ്യൽ വെലോസിറ്റി ഏതാണ്, യു സൈൻ തീറ്റയാണ്. അപ്പോൾ u² പകരം u² sin² തീറ്റ. ഒരു മൈനസ് സൈൻ ഇവിടെ വന്നിട്ടുണ്ട്. മൈനസ് സൈൻ വരാനുള്ള കാരണം എയുടെ വാല്യൂ എന്ന് പറയുന്നത് -g ആണ്. കാരണം ഇവിടുന്ന് ബോഡി മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് പോകുന്ന ഒരു ബോഡിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി -g ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വാല്യൂ വന്നത്. പിന്നെ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ക്യാപിറ്റൽ H ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി -2gh ഇങ്ങോട്ട് സമത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +2gh ആയി. അപ്പൊ നമുക്ക് എന്തായി എന്ന് പറഞ്ഞാല് 2gh = u² sin² തീറ്റ. ഇതിൽ നിന്ന് നമുക്ക് h-ന്റെ വാല്യൂ കിട്ടി. h = u² sin² തീറ്റ / 2g. ഇതാണ് എന്തിനുള്ള എക്സ്പ്രഷൻ, മാക്സിമം ഹൈറ്റിനുള്ള എക്സ്പ്രഷൻ. അടുത്തത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു കവർ ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാനുള്ള ടൈമാണ്. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്ത് ഇവിടെ എത്തുന്നതിന് എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് s = ut + ½ at² ആണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗ്രൗണ്ട് ലെവലിലാണ് ഇവിടെ തിരിച്ചെത്തുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് s-ന്റെ വാല്യൂ എന്തായിരിക്കും, 0. നമ്മൾ വെർട്ടിക്കൽ മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ യുവിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, u സൈൻ തീറ്റയാണ്. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0 = u സൈൻ തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റിനെ നമ്മൾ ക്യാപിറ്റൽ T എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ടൈമിന് ക്യാപിറ്റൽ T കൊടുത്തു. ഇവിടെ അത് എയുടെ വാല്യൂ -g ആണ്, കാരണം ബോഡി മുകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് -12g_t². ഒരു ടി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 12g_t² = u സൈൻ തീറ്റ ഇൻറ്റു t എന്ന് എഴുതാം. -12g_t² സമത്തിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ആയി മാറി. ഓരോ t നമ്മൾ കട്ട് ചെയ്യുന്നു. നമുക്ക് ടിയുടെ എക്സ്പ്രഷൻ നമുക്ക് അവസാനം കിട്ടി. എക്സ്പ്രഷൻ ഏതാണ്, t = 2u സൈൻ തീറ്റ / g. ഇതാണ് എന്തിനുള്ള എക്സ്പ്രഷൻ, ടൈം ഓഫ് ലൈറ്റിനുള്ള എക്സ്പ്രഷൻ. ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ. ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മൾ പറഞ്ഞു, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് എത്താനുള്ള ഈ ദൂരം, ഇതിനാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് കാണാനുള്ള ഫോർമുല ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അതായത് വെലോസിറ്റി ഇൻറ്റു ടൈം. ഹൊറിസോണ്ടൽ വെലോസിറ്റി നമുക്കറിയാം u കോസ് തീറ്റയാണ്. അപ്പൊ u കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് തൊട്ട് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്തു 2u സൈൻ തീറ്റ / g. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. u × u ആണ്. അപ്പൊ u² ആദ്യം എഴുതി. r = u² ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ / g. ഇതിൽ 2 സൈൻ തീറ്റ കോസ് തീറ്റനെ നമുക്ക് സൈൻ 2 തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇതൊരു ഫോർമുലയാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ = സൈൻ 2 തീറ്റ. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായി മാറി, r = u² സൈൻ 2 തീറ്റ / g. ഇതാണ് എന്തിനുള്ള ഫോർമുല വരുന്നത്, ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള ഫോർമുല നമുക്ക് വരുന്നത് u² സൈൻ 2 തീറ്റ / g.